സമയം രാത്രി 1:30. തേവരയ്ക്കും കുണ്ടന്നൂരിനുമിടയിൽ കായലിന് സമീപം സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളാറുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഞങ്ങൾ കാത്തുനിന്നു. സെപ്റ്റിക് ടാങ്ക് മാലിന്യവുമായി നിരവധി ടാങ്കറുകൾ ഞങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയി. വാഹനത്തെ പിന്തുടർന്ന് ഞങ്ങൾ എത്തിയത് വേമ്പനാട്ട് കായലിന് സമീപം. കായലിലേക്ക് മാലിന്യം തള്ളിയ ടാങ്കർ ഞങ്ങളുടെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതോടെ അതിവേഗം അവിടെ നിന്ന് കടന്നു കളഞ്ഞു. മാലിന്യം വേഗം ഒഴുക്കിക്കളയാവുന്ന തരത്തിലാണ് ടാങ്കറുകളുടെ സംവിധാനം. കെമിക്കലുകൾ ചേർത്തിട്ടുള്ളതിനാൽ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ രൂക്ഷമായ ഗന്ധം പോലും പുറത്തുവരൂ. കൊച്ചി കോർപ്പറേഷന്റെ പ്ലാന്റ് ബ്രഹ്മപുരത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ടാങ്കർ കണക്കിന് കക്കൂസ് മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് തള്ളുന്നതെന്നോർക്കണം. നഗരത്തിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് കക്കൂസ് മാലിന്യം ശേഖരിക്കുന്നതിന് 5000 രൂപയ്ക്ക് മുകളിലാണ് ടാങ്കറുകൾ ഈടാക്കുന്നത്. 400 രൂപ ഫീസ് നൽകിയാൽ ഇത് ബ്രഹ്മപുരത്ത് സംസ്കരിക്കാനും കഴിയും. എന്നാൽ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബ്രഹ്മപുരത്തേക്ക് പോകാതെയാണ് കക്കൂസ് മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നത്. ഫ്ളാറ്റുകളിൽ നിന്നും അപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം ഇരുട്ടിന്റെ മറവിൽ നേരിട്ട് ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുമ്പോഴും അധികാരികൾ സുഖനിദ്രയിലാണ്. കൊച്ചിയിൽ നിന്ന് റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.